ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC GDയുടെ ഒരു പ്രീവിയസ് ഇയർ പേപ്പറിലാണ്, അതായത് 12th February 2019 ഷിഫ്റ്റ് 1 റീസണിങ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പേപ്പേഴ്സിലൊക്കെ ചെയ്ത പോലെ സിലോഗിസം ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വെൻ ഡയഗ്രം വരക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓൾ പീപ്പിൾസ് ആർ ക്രോസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരക്കാം. പീപ്പിൾസിൻ്റെ സെറ്റിനെ പി എന്ന് വിളിക്കാം. ഓക്കെ, ഓൾ പീപ്പിൾസ് ആർ ക്രോസ് എന്നാണ് പറയുന്നത്, ക്രോസ്. അപ്പോൾ ഈ സെറ്റിലുള്ള എല്ലാ എലമെൻസും ക്രോസ് എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിലുള്ളതാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ക്രോസിൻ്റെ സെറ്റിനെ പുറത്ത് വരക്കാം, പിന്നെ ക്രോസ് എന്ന് വിളിക്കാം, ക്രോസിൻ്റെ സെറ്റ് അല്ലേ. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം ക്രോസിൻ്റെ സെറ്റിലുണ്ട്. സിമിലർലി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. ഓൾ ക്രോസ് ആർ ക്യാറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഗെയിൻ എന്ത് വരക്കാം, ഈ ക്രോസിൻ്റെ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും ക്യാറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സിനെ പുറത്തായിട്ട് നമുക്ക് വരക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഇൻഫർമേഷൻസിനാണ് നമ്മൾ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഇൻഫർമേഷൻ മാത്രമല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പോസിബിൾ കേസസിലും വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ആണെന്ന് നോക്കാം. ഓൾ ക്യാറ്റ്സ് ആർ ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്യാറ്റ്സിൻ്റെ സെറ്റാണ് ഏറ്റവും പുറത്തുള്ള സെറ്റ്, ക്രോസിൻ്റെ സെറ്റ് അതിൻ്റെ ഉള്ളിലുള്ള സെറ്റാണ്. അപ്പോൾ ഈ പാർട്ടിലുള്ള എലമെൻറ്റ്സ്, ക്യാറ്റ്സിൻ്റെ ഈ പാർട്ടിലുള്ള എലമെൻറ്റ്സ് ഒന്നും ക്രോസ് ആയിട്ട് റിലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഓൾ ക്യാറ്റ്സ് ആർ ക്രോസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ തെറ്റാണ്, കാരണം ഈ എലമെൻറ്റ്സ് ഒന്നും ക്രോസ് ആയിട്ട് റിലേറ്റഡ് അല്ലല്ലോ, അല്ലെങ്കിൽ ക്രോസിൻ്റെ ഉള്ളിലല്ലല്ലോ. അല്ലെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ക്യാറ്റ്സിൻ്റെ സെറ്റ് ക്രോസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇത് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, നല്ല പറഞ്ഞുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. സം ക്രോസ് ആർ പീപ്പിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രോസ് ഇത്, പീപ്പിൾസ് ഇത്. സം എന്ന് പറയുമ്പോൾ ചില എലമെൻറ്റ്സ്, ക്രോസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൻ്റെ ഉള്ളിലെ ചില എലമെൻറ്റ്സ് പീപ്പിൾസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ക്രോസിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ പീപ്പിൾസ് ഇരിക്കുന്നത്, ഈ എലമെൻറ്റ്സ് എല്ലാം പീപ്പിൾസ് ആണെന്നും പറയണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഇത് സംഭവം റിലേറ്റഡ് ആണ്. സിമിലർലി പീസിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഫസ്റ്റ് നോക്കാം. ലെത്താർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെത്താർജി എന്ന് പറഞ്ഞാൽ ലേസി ആയിട്ട്, ലൈക്ക് അശ്രദ്ധയോടെ ലേസി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ലെത്താർജി എന്ന് പറയുന്നത്, ലെത്താർജിക് പേഴ്സൺ എന്ന് പറയുന്നത്. ലേസി ആൻഡ് ശ്രദ്ധയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉഴപ്പിങ്ങനെ നിൽക്കുന്നതിനാണ് ലെത്താർജിക് എന്ന് പറയുന്നത്. അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ അലേർട്ടായിട്ടിരിക്കുക, അലേർട്ടായിട്ട്. ആ മീനിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താണ്, ഇത് രണ്ടും ആൻറ്റണിംസ് ആണ്, മീനിങ് ഓപ്പോസിറ്റ് മീനിങ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്ന വാക്കാണ് പീസ്. പീസ് എന്ന് പറഞ്ഞാൽ ശാന്തം, സമാധാനം എന്നുള്ളൊരു മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? കെയോസ് എന്നുള്ള മീനിങ്. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ കെയോസ് എന്ന് പറഞ്ഞാൽ ഡിസോർഡർ എന്നുള്ളൊരു മീനിങ് ആണ് കെയോസിന് വരുന്നത്. ബാക്കിയെല്ലാം വേർഡും സിമ്പിളായിട്ടുള്ള വേർഡാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പീസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ അത് കെയോസ് ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നേക്കണ 22 ആണ്. 441 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് 21ൻ്റെ സ്ക്വയർ ആണ്. 21ൻ്റെ സ്ക്വയർ ആണ് 441 എന്ന് പറഞ്ഞത് അല്ലേ. അതായത് 1 to 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 22 പറഞ്ഞപ്പോൾ അതിൻ്റെ താഴത്തെ നമ്പർ, തൊട്ട് താഴത്തെ നമ്പർ 21ൻ്റെ സ്ക്വയർ ആണ് റൈറ്റ് വന്നത്. അപ്പോൾ 13 ആണെങ്കിൽ ഇവിടെ എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നത്? 12ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നത്. അതേതാണ്? ഓപ്ഷൻ ബി ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ ഒരു സീരീസാണ്, ലെറ്റർ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു സീരീസാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ ക്ലസ്റ്ററിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഫസ്റ്റ് കമ്പയർ ചെയ്യുക. ഓക്കെ, ഈ ക്ലസ്റ്ററിൻ്റെ ഫസ്റ്റ് 6 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അടുത്ത ടേമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ് അല്ലേ. 6 കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് 1 റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തുള്ള ലെറ്റർ അല്ല എസ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ടി. എസ് എന്ന് പറഞ്ഞാൽ 19th ലെറ്റർ, ടി എന്ന് പറഞ്ഞാൽ 20th ലെറ്റർ, യു എന്ന് പറഞ്ഞാൽ 21st ലെറ്റർ. അപ്പോൾ ഓരോ ലെറ്റർ ഷിഫ്റ്റാണ് ഇവിടെ വന്നേക്കുന്നത്. യു കഴിഞ്ഞിട്ട് എന്തായിരിക്കും? അപ്പോൾ
നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ യു കഴിഞ്ഞിട്ടുള്ള ലെറ്റർ, യു കഴിഞ്ഞിട്ട് ഏതാണ് വന്നത്, വി ആണ് വന്നത്. ഓക്കെ, ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും സ്റ്റാർട്ടിങ് ലെറ്റർ വി ആണ്. അപ്പോൾ നമുക്കത് ആക്ച്വലി ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ലെറ്റേഴ്സ് ജസ്റ്റ് കമ്പയർ ചെയ്യുക. ടി ആണ് സെക്കൻഡ് ക്ലസ്റ്ററിൽ 6 ആണ്. ടി എന്ന് പറഞ്ഞാൽ 20th ലെറ്റർ, മാറുന്ന പറഞ്ഞാൽ 18th ലെറ്റർ ആണ്. അതായത് 2 ലെറ്റർ ബാക്കിലോട്ട് ഷിഫ്റ്റ് ആയി, അല്ലെങ്കിൽ -2 ഷിഫ്റ്റ് വന്നു. -2 ഷിഫ്റ്റ്. ആറും പിയും കമ്പയർ ചെയ്യപ്പോൾ 6 18th ലെറ്റർ, പി 16th ലെറ്റർ, അഗെയിൻ -2 ഷിഫ്റ്റ്. സിമിലർലി 16 എൻ എന്ന് പറഞ്ഞാൽ 14th ലെറ്റർ ആണ്, അപ്പോൾ അഗെയിൻ ഒരു -2 ഷിഫ്റ്റ് വന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിൽ സെക്കൻഡ് ലെറ്റർ ഉണ്ടായിരിക്കും 14 ആണ്. എൻ എന്ന് പറയുന്നത് 14th ലെറ്റർ ആണ്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ 14 - 2 12th ലെറ്റർ ആണ്. അതെല്ലായിരിക്കും. ഓപ്ഷൻസിൽ നോക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ബിറ്റ്വീൻ ബി ആൻഡ് സി നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിന് നമ്മൾ തേർഡ് ലെറ്ററിൻ്റെ ചേഞ്ച് നോക്കാം. തേർഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ എൻ ആണ്. എൻ എന്ന് പറയുമ്പോൾ ഒ ആയി. ഓക്കെ, അപ്പോൾ അടുത്ത ലെറ്റർ ആണ്. എൻ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ അല്ലേ ഒ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ പി കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ക്യൂ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ഏതാണ്, ആറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പസിലാണ്, വായിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദർ ഇസ് ഓൺലി 1 റൺവേ വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ 7 ഫ്ലൈറ്റ്സ് 1 by 1. ഓക്കെ, റൺവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനായിട്ടും ഒരു റോഡ് പോലെ ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ റൺവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയണതെന്ന് പറഞ്ഞാൽ 7 ഫ്ലൈറ്റ്സ് ഈ റൺവേ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഈ റൺവേ യൂസ് ചെയ്യും, ബട്ട് 1 by 1 ആയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ബേസിക്കലി ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഇവർ ഈ 7 ഫ്ലൈറ്റ്സും ഇതിൽ പറയുന്ന 7 ഫ്ലൈറ്റ്സ് ഏത് ഓർഡറിലാണ് ഇവർ ആ റൺവേ യൂസ് ചെയ്യണത്, ഫ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 7 സ്ലോട്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ 1 by 1 ആയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫ്ലൈ ചെയ്യണ ഇപ്പോൾ നമുക്ക് ആ റൺവേ ഇതാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന ആ ഫ്ലൈറ്റിന് നമുക്ക് ഫസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എടുക്കാം, പിന്നെ അതിന് സെക്കൻഡ് പൊസിഷൻ, അങ്ങനെ 7 ഫ്ലൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു നമുക്ക് ഈ വെർട്ടിക്കലി നമുക്ക് അറേഞ്ച് ചെയ്യാം ഈ ഫ്ലൈറ്റ്സിന് ഓരോന്നിനും. ക്വസ്റ്റനിൽ പറയുന്ന പോലെ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ 7 പൊസിഷൻസ് ഉണ്ട്, 1 2 3 4 5 6 7 പൊസിഷൻസ്. ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് ഏറ്റവും ആദ്യമേ പോകുന്നത്, പിന്നെ ലേറ്റർ ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ പോകുന്നതിന് താഴെയായിട്ട് നമുക്ക് വരക്കാം. ആ രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ പിന്നെ ക്വസ്റ്റനിൽ പിന്നെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിൻ്റെ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കണെന്നുള്ളതാണ് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം, ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റനിൽ ഫസ്റ്റ് പറയുന്നത് പി ആൻഡ് ക്യൂ വിൽ യൂസ് ദ റൺവേ നെയ്തർ ഫസ്റ്റ് ഓർ ലാസ്റ്റ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ പിയും ക്യൂവും വരില്ല എന്നാണ് പറയുന്നത്. അതായത് പിയും ക്യൂവും ഫസ്റ്റും ലാസ്റ്റും ആകില്ല. അതായത് ഫസ്റ്റ് പൊസിഷനോ 7th പൊസിഷനോ ഫസ്റ്റ് 7th 7 പൊസിഷൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് പൊസിഷൻ 7th പൊസിഷനിലോ പിയും ക്യൂവും വരുന്നില്ല എന്നാണ് പറയണത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് പറയണത് നോക്കാം. ഓക്കെ, എസ് വിൽ യൂസ് ഇറ്റ് സെക്കൻഡ് ആഫ്റ്റർ ആർ. ഓക്കെ, ഈ റൺവേ യൂസ് ചെയ്യണത് എസ് സെക്കൻഡ്, 6 കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈമാണ് എസ് യൂസ് ചെയ്യണത്. അതായത് ഇപ്പോൾ 6 ഈ പൊസിഷനിലാണ് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എസ് എന്നാണ് പറയണത്. അപ്പോൾ എസിൻ്റെ പൊസിഷൻ വരും. എസ് വിൽ യൂസ് എ റൺവേ ആഫ്റ്റർ സെക്കൻഡ് ആഫ്റ്റർ ആർ എന്ന് പറയുമ്പോൾ 6 യൂസ് ചെയ്യേണ്ട സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ വരും അറേഞ്ച്മെൻറ്റ് 6ഉം എസിൻ്റെയും. പിന്നെ എമ്മിൻ്റെ കാര്യം പറയണം, എം വിൽ യൂസ് ഇറ്റ് ബിഫോർ ഒ. ഓക്കെ, യൂസ് ഇറ്റ് സെക്കൻഡ് ബിഫോർ ഒ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്ക് മുൻപാണ് എം യൂസ് ചെയ്യണത്. അപ്പോൾ എം ആയിരിക്കും നമ്മൾ പറഞ്ഞത് ആദ്യമേ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമേ ടേക്ക് ഓഫ് ചെയ്യണ ഫ്ലൈറ്റിനെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ 6ൻ്റെ എസിൻ്റെ കേസിൽ 6ആണ് ഫസ്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്, അപ്പോൾ 6 മുകളിൽ വരും. പിന്നെ ഈ ഒരു കേസിൽ എം വിൽ യൂസ് ഇറ്റ് ബിഫോർ ഒ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എമ്മിൻ്റെ പൊസിഷൻ ഇതാണെങ്കിൽ എം ഓക്ക് മുൻപെന്ന് പറയണത്. പിന്നെ പറയേണ്ടത് എന്താണ്, എം വിൽ യൂസ് ഇറ്റ് സെക്കൻഡ് ബിഫോർ ഒ എന്ന് പറയുമ്പോൾ ഓക്ക് മുൻപ് സെക്കൻഡ് ബിഫോർ ഒ എന്ന് പറയുമ്പോൾ ഒ ഇതാണെങ്കിൽ
ഓ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ സെക്കൻഡ് ബിഫോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. എം ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യും, അതുകൊണ്ട് രണ്ട് സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഓ പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. എൻ വിൽ യൂസ് ഇറ്റ് ആഫ്റ്റർ ഓ. അടുത്ത സെൻറ്റൻസ് ഇവർ പറയണത് ഓക്കെ യൂസ് ചെയ്യണത് ഓ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഓയിന് താഴെ ആയിരിക്കും പൊസിഷൻ. കാരണം ഓ ആണല്ലോ ആദ്യമേ ടേക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ടേക്ക് ഓഫ് ചെയ്യുന്ന ആളിനെ മുകളിലെ പൊസിഷനാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കണം. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. എൻ വിൽ യൂസ് ഇറ്റ് ആഫ്റ്റർ ഓ ആൻഡ് ബിഫോർ ആർ. ബിഫോർ ആർ എന്ന് പറയുമ്പോഴത്തേക്കും ആറിന് മുന്നേ ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആറെന്ന് പറഞ്ഞാൽ എന്നിന് താഴെ വരണം. അപ്പോൾ നമ്മൾ എങ്ങനെ വരും? ഈ ഒരു ഇത് 6 എന്നിന് താഴെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പൊസിഷനിൽ ഒരാളുണ്ട്, അതിന് താഴെയാണ് എസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞ പോലെ എസ് ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ക്യൂ വിൽ യൂസ് ഇറ്റ് ജസ്റ്റ് ബിഫോർ എസ് എന്നാണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിന് തൊട്ട് മുന്നേ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ മുൻപല്ലേ ക്യൂ അല്ലേ ഫസ്റ്റ് യൂസ് ചെയ്യണത്, അപ്പോൾ ക്യൂയുടെ പൊസിഷൻ ഇവിടെ വരും, എസ്സിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ. ഇനി ബാക്കിയുള്ള പൊസിഷൻ ആരാണുള്ളത്? 1 2 3 4 5 6 7 പൊസിഷൻസുമായി. ഇനി ഈ ഒരു പൊസിഷനിൽ ഫില്ല് ചെയ്യേണ്ടത് ആരെയാണ്? പീനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ വരെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റും 7th പൊസിഷനിലും പിയും ക്യൂവും വരില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റിൽ വന്നില്ല അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൂ വിൽ യൂസ് എ റൺവേ തേർഡ് ആഫ്റ്റർ ഓ. ഓക്കെ, എ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ആരാണ് യൂസ് ചെയ്യണമെന്നാണ്. എ അല്ല, ഓ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ആഫ്റ്റർ ഓ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓ കഴിഞ്ഞിട്ട് എന്നാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, ക്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആളിനെ ഫസ്റ്റ് ടോപ്പിലായിട്ടും പിന്നെ ലേറ്ററായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന ആളിനെ താഴെയായിട്ടും, ആ ഒരു ഓർഡറിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും ലാസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആളിനെ മുകളിലും, അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ ഫിക്സ് ചെയ്യുക, ആ ലോജിക്ക് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവസാനം ഇവർ പറഞ്ഞേക്കണം പല പോയിൻറ്റ്സും ഹിൻസ് നമ്മൾ ക്ലബ് ചെയ്തിട്ട് ആ ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ക്യൂ ആണ്. അടുത്തത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡൻറ്റിഫൈ ദ നമ്പർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ സീരീസ്. ഓക്കെ, സീരീസിൽ വന്നേക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10 ആണ് വന്നേക്കുന്നത്, അത് കഴിഞ്ഞിട്ട് 9.9 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു എത്രയാണ് ഡിക്രീസ് ആണ് ചെയ്തേക്കണം. എത്രയാണ് ഡിക്രീസ് ആയേക്കണം? 0.1ൻ്റെ ഒരു ഡിക്രീസ് ആണ് വന്നേക്കുന്നത്. അടുത്തത് 9.9 9.89 അയക്കണതാണ്. അപ്പോഴും ഒരു ചേഞ്ച് വന്നു, ഒരു ചെറിയ ഒരു ഡിക്രീസ് വന്നിട്ടുണ്ട്. അത് എത്രയാണ് ഡിക്രീസ്? 9.9 9.90 എന്ന് എഴുതാൻ പാടില്ലേ. അപ്പോൾ ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 0.01 ഡിക്രീസ് വരപ്പോഴാണ് 9.89 ആവണത് അല്ലേ. ഈ ഒരു 9 കട്ടായി 8 ആവും, ഇവിടുത്തെ ഈ 1 വരും, ഇത് 10 - 1 എന്ന് പറയുമ്പോൾ 9 വരും, പിന്നെ ഈ 8 വരും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 0.01 ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ. സിമിലർലി നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഗെയിൻ കണ്ടോ, ഗെയിൻ ഇവിടെ 0.1 ആയിരുന്നു, ഇവിടെ 0.01 ആണ്. അടുത്ത ചേഞ്ച് 2 zeros കഴിഞ്ഞിട്ട് 1, അതാണ് ഉണ്ടായിരുന്ന ചേഞ്ച് ഈ 2 നമ്പേഴ്സ് ബിറ്റ്വീൻ. ഇനി അടുത്തത് ഗെയിൻ നോക്കുമ്പോൾ എത്രയാണ് ചേഞ്ച് വന്നേക്കുന്നത്? 0.001 വരും. അപ്പോൾ നമ്മുടെ അടുത്ത ചേഞ്ച് എന്തായിരിക്കും? അടുത്ത ചേഞ്ച് -0.00001, 4 zeros വരും. ഇവിടെ 0.1 ആയിരുന്നു, 0.01 ആണ്, 0.201 ആണ്, 0.301 ആണ്, 0.401 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാവുന്ന നമ്പർ എന്തായിരിക്കും? 3 0 ഉണ്ടായിരുന്നപ്പോൾ 0.889 ആണ് വന്നത്. അപ്പോൾ 4 0 ആണ് ചേഞ്ച് വന്നെങ്കിൽ 9 പിന്നെ 48 വരും, പിന്നെ ഒരു 9 വരും. അത് ഏത് ഓപ്ഷൻസിലാണ്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി കിട്ടും. നമുക്ക് 9 സി അല്ല, ഓപ്ഷൻ സി അല്ല, ഇവിടെ 9 പിന്നെ 4 8s ആണ് വന്നത്, 1 2 3 4 പിന്നെ ഒരു 9. ഇത് ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ആ ഡിഫറൻസ് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ നോക്കിയപ്പോൾ ഓപ്ഷൻ ഡിയിലല്ലേ അങ്ങനെ വന്നേക്കണം, 9.4 8 and 0 and 9. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സിമിലർലി ഈ സെയിം ലോജിക് ഈ നമ്പേഴ്സ് എങ്ങനെയാണോ റിലേറ്റ് ആക്കുന്നത് സിമിലർലി ഈ നമ്പേഴ്സും റിലേറ്റഡ് ആയിരിക്കും. പക്ഷേ അതിലൊരു നമ്പർ മിസ്സിംഗ് ആണ്, അത് നമ്മൾ ഗസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, 5, 3, 4 ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറി അറിയാമല്ലോ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ബേസ് സ്ക്വയർ ഇൻറ്റു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൈതഗോറസ് തിയറി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്ന പൈതഗോറൻ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണിത് 3, 4, 5 എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. അതാണ് ഇതൊരു സ്റ്റാൻഡേർഡ് കേസാണ് 3, 4, 5 എന്ന് പറഞ്ഞാൽ പെയർ, ആ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ. സിമിലർലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 6, 8, 10 അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 3ൻ്റെ 2 ടൈംസ് ആണ്, 8 എന്ന് പറഞ്ഞാൽ 4ൻ്റെ 2 ടൈംസ് ആണ്, 10 എന്ന് പറഞ്ഞാൽ 5ൻ്റെ 2 ടൈംസ് ആണ്. ഇതും ബേസിക്കലി ഒരു സ്കെയിൽഡ് ആയിട്ടുള്ള ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 10 സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള നമ്പർ ഇല്ലേ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. അതാണ് ഇവിടുത്തെ ലോജിക്. അപ്പോൾ സിമിലർലി ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കും, 13 സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ നമ്പറിനെ എക്സ് എന്ന് വിളിക്കാം, അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് 13 സ്ക്വയർ 169 ആണ്, 12 സ്ക്വയർ 144 ആണ്. തമ്മിലുള്ള ഡിഫറൻസ് 25 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 25 അത് 5 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഗെയിൻ ഇതും ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്, ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടത് 5, 12, 13 എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ആൻസർ 5 ആണെന്നുള്ളത്. ഇനി അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇനി 8th ക്വസ്റ്റ്യൻ. ഓക്കെ, ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്, വൈറസ് എന്ന് പറഞ്ഞ വേർഡ് തന്നിട്ടുണ്ട്. അത് 46 എന്ന് പറഞ്ഞ നമ്പറോടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്, പ്ലേസ് വാല്യൂസ് ഈ ഓരോ ലെറ്റേഴ്സിന് പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്യുക, അത് 46 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. വൈറസ് മാപ്പ് ചെയ്തേക്കുന്നത് 46 ആണ്. പ്ലേസ് വാല്യൂസ് എടുക്കുക, 22, 19, 18, 21 and 19. സോറി 19 അല്ല, ഇത് ഐയുടെ പ്ലേസ് വാല്യൂ 9 ആണ്. 9, സോറി, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഇനി പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 46 ആയിട്ട് സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 22 എന്ന് പറയുമ്പോൾ 31, 39, 49, 50, 70 പ്ലസ് 19, ഓക്കെ 89 എന്നാണ് നമുക്ക് കിട്ടിയത് പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ. അതപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി 46 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഹാഫ് ആകാം 46, അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക്ക് നമുക്ക് കിട്ടും ഇപ്പോൾ ഡയറക്റ്റായിട്ട് റിലേഷൻ ആണെങ്കിൽ. അപ്പോൾ നമുക്കത് കിട്ടിയില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂസ് എല്ലാം എടുത്ത് ഇനി നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എടുക്കണം ഈ ലെറ്റേഴ്സിൻ്റെ. ഓക്കെ, അത് നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ പ്ലേസ് വാല്യൂ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്താണെന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. പ്ലേസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് എ മുതൽ നമ്പർ ചെയ്യണതിനാണ് പ്ലേസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അത് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെറ്റർ, അതുപോലെ സെഡ് എന്ന് പറഞ്ഞാൽ 26th ലെറ്റർ. അങ്ങനെ നമ്മൾ നമ്പർ ചെയ്യണതിനാണ് നമ്മൾ പ്ലേസ് വാല്യൂസ് എന്ന് പറയുന്നത്. അതേസമയം റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെഡ് മുതൽ നമ്പർ ചെയ്യാൻ തുടങ്ങുക. അതായത് സെഡിനെ 1 എന്നും വൈനെ 2 എന്നും എക്സിനെ 3 എന്നും അങ്ങനെ നമ്പർ ചെയ്ത് എനെ 26 വരെയും നമ്പർ ചെയ്യുന്നതാണ് റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ലെറ്റേഴ്സിനെ 2 രീതിയിൽ നമ്പർ ചെയ്യാം. ഒരെണ്ണം ലെഫ്റ്റ് റൈറ്റ് നമ്പർ ചെയ്യാം, അതിനെ പ്ലേസ് വാല്യൂസ് എന്ന് പറയും. റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യാം, അതിന് നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റനിൽ യൂഷ്വലി ഫസ്റ്റ് പ്ലേസ് വാല്യൂസ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് നമ്പറായിട്ട് സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 5 ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഓരോ ലെറ്റേഴ്സിനും ഓപ്പോസിറ്റ് പെയേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഉണ്ടാവും. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെല്ലാം 26 ലെറ്റേഴ്സ് ഉണ്ടല്ലോ.
അപ്പോൾ അതിന് നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 13 നമ്പേഴ്സും സെക്കൻഡ് 13 നമ്പേഴ്സും അല്ലേ. ഫസ്റ്റ് 13 നമ്പേഴ്സ് ഏതാണ്? എ ബി മുതൽ ഇങ്ങനെ പോയിട്ട് എം വരെയുള്ള ലെറ്റേഴ്സ്. എം എന്ന് പറഞ്ഞാൽ 13ാമത്തെ ലെറ്റർ ആണല്ലോ. ഫസ്റ്റ് 13th നമ്പർ, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 13 നമ്പർ എന്ന് പറഞ്ഞാൽ എന്നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. എന്നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ 14th ലെറ്റർ, എൻ ഒ പി അങ്ങനെ എക്സെട്ര പോയിട്ട് എക്സ് വൈ സെഡ്. ഓക്കെ ഓക്കെ, ഇതാണ് നെക്സ്റ്റ് 13 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ എയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന നമ്പർ സെഡ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യപ്പോൾ ഫസ്റ്റ് 13 നമ്പറിന് ഇവിടെയും നെക്സ്റ്റ് 13 നമ്പറിന് ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പോൾ എയ്ക്ക് ഓപ്പോസിറ്റ് വന്നതാണ് സെഡ് അല്ലേ. ഇതാണ് ഇതിൻ്റെ എയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ. ബിയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്. അതാണ് ഈ ഓപ്പോസിറ്റ് വന്നേക്കുന്ന ലെറ്റേഴ്സിനുള്ള ഓപ്പോസിറ്റ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് നമ്പേഴ്സിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 27 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, എമ്മും എന്നും ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. അവരുടെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് എത്രയാണ്? 13 + 14 27 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പെക്യുലാരിറ്റി ഉള്ള ഈ ലെറ്റേഴ്സിനെ നമ്മൾ ഓപ്പോസിറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ഇവിടെ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് കാരണം കറക്റ്റ് ഓർഡറിലുള്ള കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഓർഡറിലുള്ള പൊസിഷൻസിനെയാണ് ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻസിനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂസ് എന്ന് പറയുന്നത്. റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ തിരിച്ചുള്ള ഓർഡറിലുള്ളതല്ലേ. അപ്പോൾ അത് പഠിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ളൊരു ട്രിക്കാണ് എന്ത്, ഇപ്പോൾ വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വിയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാണെന്ന് നോക്കിയാൽ മതി. വിയുടെ ഓപ്പോസിറ്റ് പെയർ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇയുടെ പ്ലേസ് വാല്യൂ ആണ് ഇതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ ഐയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ആറിൻ്റെ പ്ലേസ് വാല്യൂ ആണ് 18. അപ്പോൾ അങ്ങനെ സിമിലർലി എല്ലാത്തിൻ്റെയും എഴുതാം. ആറിൻ്റെ 9 ആണ്, യുവിൻ്റെ 6 ആണ്, എസിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 8 to Z എഴുതുക, നമ്പർ ചെയ്യുക, മറ്റേ ലെഫ്റ്റ് റൈറ്റ് നമ്പർ ചെയ്യാം, റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യുക. റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യണതിന് റിവേഴ്സ് പ്ലേസ് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കിയാൽ മതി. ഇതാണ് റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി പ്ലേസ് വാല്യൂസ് എഴുതിയിട്ട് ആഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതിയിട്ട് ആഡ് ചെയ്ത് നോക്കാം. റിവേഴ്സ് പ്ലേസ് വാല്യൂ ഇട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 18 + 5 എന്ന് പറയുമ്പോൾ 23, 23 + 9 എന്ന് പറയുമ്പോൾ 32, 32 + 6 38, 38 + 8 46. അപ്പോൾ നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 46 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസറും 46 ആണ്. നമ്മുടെ കോഡും 46 ആണ്. അപ്പോൾ സിമിലർലി നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കണ വേർഡ് നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂ എടുത്ത് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കണ ക്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്കാണ്. അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതാം ഫസ്റ്റ്. സിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 24 ആണ്. അത് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ 24th ലെറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 24 എന്ന് കിട്ടി. ആറിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 9 ആണ്, യുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 6 ആണ്, എസിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 8 ആണ്, ടിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 7 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. എന്താണ്? ഈ റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 24 + 9 എന്ന് പറയുമ്പോൾ 33, 33 + 6 39, 39 + 8 47, 47 + 7 54. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആക്ച്വലി നിങ്ങൾ റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ടതാണ് എക്സാമിന് മുന്നേ. ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാത്തവർ പേപ്പറിൽ എഴുതിയിട്ട് ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്ന് പറയുമ്പോൾ ഫോർ നമ്പേഴ്സ് ആർ ഗിവൺ. ഇതിൽ ഒരു ഓഡായിട്ടുള്ളൊരു നമ്പർ ഉണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് അത് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു കോമൺ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ ഐഡിയയുടെ ബേസിലുള്ളതാണ് അത് 3 നമ്പേഴ്സ് എക്സെപ്റ്റ് 1. ആ ഓഡായിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ 317, 561, 215 and 419. ഓക്കെ, ഇതൊരു കുറച്ച് പെക്യുലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ വന്നേക്കണ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ലെറ്റർ ഇവിടെ വന്നേക്കണ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 7 അല്ലേ. ഓക്കെ, 7 ആണ്. ഫസ്റ്റ് നമ്പർ 3 ആണ് അല്ലേ. 3 പ്ലസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 4 ആണ് ലാസ്റ്റ് നമ്പർ അല്ലേ. 3 + 4 ആണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഈ 4 എങ്ങനെ കിട്ടി?
4 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സമ്മാണ്. ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സമ്മാണ്. 3 + 1 ആണ് നമ്പർ ഈ ഫസ്റ്റ് നമ്പറിൽ അങ്ങനെ. അതുപോലെ നമുക്ക് ഓപ്ഷൻ സിയിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ലാസ്റ്റ് നമ്പർ തേർഡ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ +3 ആണ്. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ 2 + 1 അല്ലേ, 3 എന്ന് കിട്ടി. സിമിലർലി നമുക്ക് ഓപ്ഷൻ ഡീനെ എങ്ങനെ എഴുതാൻ പറ്റും? 9 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ 4 + 5 ആണ് അല്ലേ, 4 + 5 ആണ്. ഈ 5 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ഈ 5 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സിമിലർ അപ്പോൾ ഈ എ സി ഡിയിലും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ഓപ്ഷൻ ബിയിൽ ലാസ്റ്റ് ലെറ്റർ 1 ആണ് വന്നേക്കണത്. അപ്പോൾ അത് 5 പ്ലസ് എന്ത് ചെയ്താലും 1 കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ മാത്രം ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ ബി ആണ്. ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ്, അങ്ങനെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ ലോജിക്കുകളൊന്നും ഇവിടെ വർക്ക് ആവുന്നില്ല. അതായത് മൾട്ടിപ്പിൾസോ ഡിവിസിബിലിറ്റിയോ പ്രൈം നമ്പേഴ്സ് അങ്ങനെയൊന്നും വർക്ക് ആവുന്നില്ല. അത് കാരണമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, select the figure amongst the 4 alternatives that when placed in blank space of the given figure x will complete the pattern. Rotation is not allowed എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ ഇവിടെ ഇങ്ങനെ ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. ഈ ഒരു ഫിഗർ ഈ ഒരു പാർട്ട് പോലെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടി. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടാണല്ലോ മിസ്സിങ്. ഈ ഒരു പാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ട്. അത് ഓപ്ഷൻസിൽ എവിടെയാണെന്ന് നോക്കാം. ഇങ്ങനെ വന്നേക്കണ ലൈൻ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ എ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ലൈൻ. പക്ഷേ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എല്ലാം ഫിഗറിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ഓപ്ഷൻ ബി പോസിബിൾ ആണ്, കാരണം ഇങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ ഇത് എൻറ്റയർലി ഇവിടെ വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അത് സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ എഗെയിൻ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ലൈൻ ഇവിടം വരെ വന്നിട്ടുണ്ട്. പക്ഷേ വേറെ ഓപ്ഷൻസിലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് എഗെയിൻ ഒരു മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സൈഡിൽ മിറർ ഇമേജ് വെച്ച് അതിൻ്റെ മിറർ എന്തായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മിറർ ഇമേജിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയാമല്ലേ. ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷനാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഫിഗറിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ മിറർ ഇമേജിൽ എന്ന് പറയുമ്പോൾ അത് റൊട്ടേറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ട് ആവും. അപ്പോൾ ഇങ്ങനൊരു സാധനത്താണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള സാധനത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ഫിഗറിൻ്റെ റൈറ്റ് സൈഡായിരിക്കും ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ വന്നത് എസിൻ്റെ മിററായിരിക്കും വന്നത്. അതേസമയം റൈറ്റിൽ വന്നത് പിയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ മിററായിരിക്കും ഇവിടെ വന്നത്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കി എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് സ്വയം വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലെഫ്റ്റിൽ വരേണ്ട എസിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണം വന്നത്. എല്ലാ ഓപ്ഷൻസിലും എസിൻ്റെ മിറർ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡ് ഇവിടെ റൈറ്റിൽ വരേണ്ടത് ഈ പിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും വന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എയിലും ബിയിലും പിയുടെ മിറർ ഇമേജ് തന്നെയാണ് വന്നേക്കുന്നത്. പിയുടെ മിറർ ഇമേജ് അങ്ങനെ കണ്ടുപിടിക്കുക. പി ഇതാണെങ്കിൽ പിയുടെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ പിയുടെയും ഇൻഡിവിജ്വലി നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കാം. ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് അല്ലേ. ലെഫ്റ്റിൽ വന്നേക്കേണ്ട ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റൈറ്റിലായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈൻ വന്നത്. പിന്നെ ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് റൈറ്റിലാണ് വന്നേക്കുന്നത്. മിറർ ഇമേജിൽ അത് ലെഫ്റ്റിലായിരിക്കും വന്നേക്കേണ്ടത്. ലെഫ്റ്റിലായിരിക്കും ഈ പോയിന്റ് വന്നേക്കണം. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ഒഴിച്ച് ഓപ്ഷൻ ഡിയിൽ അത് അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട്. മിറർ ഇമേജിൽ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസിലും പിയുടെ മിറർ ഇമേജ് തന്നെയാണ് റൈറ്റ് എൻഡിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻ നമുക്ക് ആറിൻ്റെ കേസ് നോക്കാം. അഗെയിൻ ഈ ആറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എഗെയിൻ ഇവിടെ സെക്കൻഡ് ലെറ്റർ ആറല്ലേ വന്നേക്കണത്. അപ്പോൾ നമ്മുടെ അവിടെ റൈറ്റ് എൻഡിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നത് ആറിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ആറിൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? ആറ് ഇങ്ങനെയാണെങ്കിൽ ആറിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടല്ല ഇവിടെ റൈറ്റിൽ വന്നേക്കണത്. അപ്പോൾ ഈ പാർട്ട് ലെഫ്റ്റിൽ വരും. അപ്പോൾ ഇങ്ങനെ വരും. ഇതായിരിക്കും ആറിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. ആ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മിറർ ഇമേജ്
ഈ ഒരു ഇതായിരിക്കും ആറിൻ്റെ മിറർ ഇമേജ്. അതായത് ഓപ്ഷൻസിലാണെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ 6 അതുപോലെ തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം, കാരണം ആറിൻ്റെ ആ സെയിം ഓറിയൻറ്റേഷനിൽ തന്നേക്കണത്. ഓപ്ഷൻ ബിയിൽ മാത്രം ഇവിടെ ആറിൻ്റെ മിറർ ഇമേജ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ചൂസ് ദി ഓപ്ഷൻ ഇൻ വിച്ച് ഫിഗർ മാർക്ക് ടെക്സ്റ്റ് ഇസ് എംബഡഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ മിറർ ഈ ഫിഗർ എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഫിഗർ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കിട്ടണം. അത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഉണ്ട് അല്ലേ? അത് ഇങ്ങനത്തെ ഒരു കണ്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് അല്ലെ, ഇങ്ങനെ ഒരു ലൈൻ. അത് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലുണ്ട് ആ ലൈൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഇത് നിങ്ങൾക്ക് നോക്കി തന്നെ ചെയ്യാന്നുള്ളൂ, എളുപ്പമാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 friends A, B, C, D, E, F, G, H and G are sitting around a circular table facing each other for a group discussion. അപ്പോൾ അടുത്ത സർക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 8 ആൾക്കാരുള്ളൊരു സർക്കുലർ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വേണത് ഫോർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ദേ ആർ ഫേസിങ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് സെൻറ്റർ ഫേസ് ചെയ്താണ് ഇരിക്കണതെന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സർക്കിൾ വരക്കാം. 1 2 3 4 5 6 8. ഓക്കെ, ഫേസിങ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് സെൻറ്റർ ഫേസ് ചെയ്തിരിക്കുന്നതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടുവേർഡ്സ് സെൻറ്റർ ആണ് ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കറിയാം റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ ആണ് അല്ലേ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാവുന്നുള്ളൂ, കാരണം നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇയാൾ നോർത്ത് സൈഡിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിക്സ് കവർ ചെയ്താണ്. അതിൽ നമ്മൾ പറഞ്ഞാണ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കണം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കണം. അതായത് ആൻറ്റി കണ്ട ഇപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓറിയൻറ്റേഷൻ അല്ലേ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്കിൻ്റെ ഓറിയൻറ്റേഷൻ ഓപ്പോസിറ്റ്. അതേസമയം ഈ പൊസിഷനിലിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് നോക്കുക. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ സൂചി മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഏത് പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും അയാളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കിയാൽ മതി, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, അയാളുടെ റൈറ്റ് സൈഡ് ഈ പൊസിഷനിലിരിക്കുന്ന ആൾ ഈ ഡയറക്ഷനിലായിരിക്കും നോക്കുന്നത്. അയാളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും റൈറ്റ് അല്ലേ. സോറി ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ്, ക്ലോക്കിൻ്റെ സൂചികൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻ ആണല്ലോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ. അതേസമയം ഈ ഡയറക്ഷനിൽ ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുക. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ഓക്കെ, അതായത് അതാണ് ബേസിക്സ്. അതായത് ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഏത് പൊസിഷനിലിരുന്നും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുക, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് നോക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ ഇനി അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യണേന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയണത് ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് അറേഞ്ച്മെൻറ്റ് പറയണത് എ ഈസ് ഓപ്പോസിറ്റ് ടു എഫ് എന്നാണ് പറയണത്. എ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ ആയിരിക്കും. ഓക്കെ, അത് ഈവൻ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഉണ്ടാവും. എ ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഇവിടെ ആയിരിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. അപ്പോൾ ഇവിടെ ആൻഡ് വെച്ചാണ് പിന്നെ നമ്മൾ ക്ലോസ് സ്റ്റാർട്ട് ചെയ്തേക്കണം. അതായത് എ ഈസ് ഓപ്പോസിറ്റ് ടു എഫ്, എഫിന് ഓപ്പോസിറ്റും ആണ്, ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. ഇയുടെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് പൊസിഷനിലും ആണെന്നാണ് പറയുന്നത്. ആൻഡ് വെച്ച് കണക്ട് ചെയ്തേക്കണ കാരണം നമ്മളിവിടെ ഈ ഒരു പോയിന്റിലും എനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ഇതിവിടെ എഫിനെ കുറിച്ചല്ല, എഫ് സെക്കൻഡ് ടു ഇ എന്നല്ല പറയണത്, എ സെക്കൻഡ് ടു ഇ എന്നാണ് പറഞ്ഞേക്കുന്നത് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും.
അപ്പോൾ ഇയുടെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് പൊസിഷനിലാണ് എ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇയുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പൊസിഷനിലാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് സെക്കൻഡ് പൊസിഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നോക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കണം. റൈറ്റ് സൈഡിൽ സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിലാണ് എ വന്നേക്കണം. അപ്പോൾ എയുടെ പൊസിഷൻ ഇവിടെ വരും. അപ്പോൾ അത് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഈ നമുക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്ത എയുടെ പൊസിഷനാണ്. അപ്പോൾ എയുടെ വിത്ത് റെസ്പെക്ട് ടു പക്ഷേ എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ ആണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ വന്നാലല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എ വരുള്ളൂ. അപ്പോൾ ഈയുടെ പൊസിഷൻ ഇവിടെ മാത്രമേ പോസിബിൾ ഉള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് വേറെ രീതിയിൽ നമുക്കത് ആലോചിക്കാമെന്നുള്ളൂ. നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിക്കുമ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ സെക്കൻഡ് പൊസിഷനിലാണ് എ അല്ലേ. അപ്പോൾ നമുക്കിത് തിരിച്ചും പറയാം. നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും പറയാം അല്ലേ. എന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സെക്കൻഡ് പൊസിഷനിലോട്ട് പോകുമ്പോഴാണ് ഇയിലെത്തണമെന്ന് പറയാം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ന് റൈറ്റിലോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് 2 പൊസിഷൻ പോവില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെ പൊസിഷനാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്ന് ഈയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഇന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്ന് ക്ലോക്ക് വൈസ് സെക്കൻഡ് പൊസിഷനിലല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെൻറ്റൻസിൽ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഈയുടെ പൊസിഷൻ ഡയറക്റ്റ് ആയിട്ട് വരക്കാം. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ ഈന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് സെക്കൻഡ് പൊസിഷനിൽ എ എന്ന് പറയുമ്പോൾ എന്ന് ക്ലോക്ക് വൈസ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഇ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈയുടെ പൊസിഷൻ ഇവിടെ കിട്ടി, എയുടെ പൊസിഷൻ ഇവിടെ കിട്ടി. ഇനി ഇവിടെ പറയണത് ജി ഇസ് ബിറ്റ്വീൻ സി ആൻഡ് എ എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ നമുക്ക് ജീനെ വരക്കാം. ജി ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എ എന്നാണ് പറയണത്. അപ്പോൾ എക്കും സിക്കും ബിറ്റ്വീനാണ് ജി എന്നാണ് പറയണത്. അപ്പോൾ സിയുടെ പൊസിഷൻ എവിടെ വരാൻ പറ്റും, സിയുടെ പൊസിഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജിയുടെ പൊസിഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിയുടെ പൊസിഷൻ ഇവിടെ വന്നാണ്. കാരണം ജി എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ബിറ്റ്വീനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി ഈ പൊസിഷൻ ചെയ്തിട്ടില്ല, ഇവിടെ ഓൾറെഡി ഈ ഇരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് സീനെ ഈ പൊസിഷനിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ജിയുടെ പൊസിഷൻ ഇവിടെ വരില്ല. പിന്നെ പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏതാണ്, ഈ ഒരു പൊസിഷനാണ് ജി. അങ്ങനെയാണെങ്കിൽ സിയുടെ പൊസിഷൻ ഇവിടെ വരുമെന്നാണ് പറയുന്നത് അല്ലേ. അതായത് ജി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ എച്ച് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ എന്നാണ് പറയുന്നത്. ഈ ഇവിടെയാണ് ഈ ഒരു പൊസിഷനിലാണ്, ഇയുടെ ലെഫ്റ്റ് സൈഡിലാണ് എച്ച് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കും. ഇതല്ലേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എച്ചിൻ്റെ പൊസിഷൻ ഇവിടെ വരും. എച്ചിൻ്റെ പൊസിഷൻ ഇവിടെ വരും. അത്രയാണ് തന്നിരിക്കുന്നത്. ഇനി പറയുന്നത് ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഈ 2 പൊസിഷൻ ബാക്കിയുണ്ട്. എന്നാലും ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് ഹൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. സിയുടെ ലെഫ്റ്റിൽ സെക്കൻഡ് പൊസിഷനിൽ ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിയിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുക. സി ഇതൊരു പൊസിഷനിലാണ്, ക്ലോക്ക് വൈസ് നോക്കുക. ക്ലോക്ക് വൈസ് ആണ് ക്ലോക്കിൻ്റെ സൂചി പോകുന്ന ആ ഡയറക്ഷനിൽ നോക്കുക. അതിൽ സെക്കൻഡ് പൊസിഷനിൽ ആരാണ്, ഫസ്റ്റ് പൊസിഷനിൽ ജി, സെക്കൻഡ് പൊസിഷനിൽ എ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. നമ്മൾ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് ഫർദർ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ എ സർട്ടൺ കോഡ് ലൈറ്റ് ഈസ് റിട്ടൺ ആസ് GSTRO, ഹൗ വിൽ ജിപ്സി ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ്. ഓക്കെ, നമുക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ വാക്കാണ് തന്നേക്കുന്നത്. അതിനെ എഴുതിയേക്കുന്നത് GSTRO എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് പെയറിൻ്റെ ബേസിസിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ലൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു GSTRO എന്ന് പറയുന്ന കോഡായിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ലൈറ്റിലുള്ള വേർഡ്സ് തന്നെയാണ് ഇതിലുള്ളതെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പൊസിഷൻ്റെ ബേസിലുള്ള കോഡിംഗ് ആയിരിക്കും ഇവിടെ നടന്നേക്കുന്നത്. സെക്കൻഡ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ഇവിടെ തന്നേക്കണേന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒക്കെ നോക്കാം. എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആയിട്ട് വരുന്നത് എന്താണ്,
എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആയിട്ട് വന്നതാണ് ഒ ആണ് ഓപ്പോസിറ്റ് പെയർ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പെയർ എന്താണെന്നുള്ളത് പ്രീവിയസ് സ്ലൈഡ്സിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് 13 ലെറ്റേഴ്സിന് എഴുതുക, സെക്കൻഡ് 13 ലെറ്റേഴ്സിന് താഴെ നിന്ന് മുകളിലോട്ട് എഴുതുക, എന്നിട്ട് ഓപ്പോസിറ്റ് എന്ന ലെറ്റേഴ്സാണ്. ആ ഒരു പാറ്റേൺ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം, ആ ഓരോ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് പെയർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ ഫസ്റ്റ് 13 ലെറ്റേഴ്സ് എഴുതുക, നെക്സ്റ്റ് 13 ലെറ്റേഴ്സ് മുകളിൽ താഴോട്ട് എഴുതുക, എന്നിട്ട് ആ ലെറ്റേഴ്സ് ലൈക്ക് ഓപ്പോസിറ്റ് വന്ന ലെറ്റേഴ്സ് നോക്കുക, അതിൽ നിന്ന് ഒരു ഓപ്പോസിറ്റ് പെയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എല്ലിന് വന്ന ഓപ്പോസിറ്റ് പെയർ ആണ് ഒ. ഓക്കെ, ഐയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ആറ്. ഓക്കെ, ജിയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ടി, എച്ചിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് എസ്, ടിയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ജി. അപ്പോൾ ഇവിടെ ബേസിക്കലി നടന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് കോഡിങ് ആണ് നടന്നേക്കണത്. പക്ഷേ മാപ്പ് ചെയ്തേക്കണത് ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കണത്. അപ്പോൾ അതായത് ലാസ്റ്റ് ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ജി, അതാണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വന്നേക്കണത്. സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് എസ്, എച്ചിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് എസ് ആയിട്ട് വന്നത്, അത് സെക്കൻഡ് ലെറ്റർ ആയിട്ട് വന്നു. ജിയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ടി, അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, സെയിം തേർഡ് പൊസിഷനിലായത് കാരണം. ഐയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ആറ്, അത് സെക്കൻഡ് ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ആറ്, അത് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് വന്നേക്കുന്നത്. എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ഒ, അതാണ് ലാസ്റ്റ് വന്നേക്കുന്നത്. ഫസ്റ്റ് ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നേക്കണ മാപ്പിംഗ്. ഇത് ആ ഓപ്പോസിറ്റ് പെയർസ് അറിഞ്ഞില്ലെങ്കിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ആണ് ഈ ഓപ്പോസിറ്റ് പെയർസിൻ്റെ ഉള്ളത്. അത് എസ്പെഷ്യലി നമ്മൾ പ്ലേസ് വാല്യൂസ് എഴുതി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി നോക്കണം ഓപ്പോസിറ്റ് പെയർ ആണോ എന്നുള്ളത്. പിന്നെ നമുക്ക് ജിപ്സിയുടെ എഴുതാം. ജിപ്സി എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഓക്കെ, ഫസ്റ്റ് ലെറ്റർ വരുന്നത് വൈയുടെ ഓപ്പോസിറ്റ് പെയർ ആയിരിക്കും. വൈയുടെ ഓപ്പോസിറ്റ് പെയർ ബി ആണ്, എസിൻ്റെ ഓപ്പോസിറ്റ് പെയർ എച്ച് ആണ്, പിയുടെ ഓപ്പോസിറ്റ് പെയർ കെ ആണ്, വൈയുടെ ഓപ്പോസിറ്റ് പെയർ ബി ആണ്, ജിയുടെ ഓപ്പോസിറ്റ് പെയർ ടി ആണ്. അപ്പോൾ ഇത് ഏത് ഓപ്ഷൻസിലാണ് വന്നത്? BHK BT. ഓക്കെ, ഓപ്ഷൻ സി ആണ് വന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻസിൽ നിന്ന്. തന്നിരിക്കുന്ന വാക്ക് എ കെന്യ, ബി ലണ്ടൻ. ഓക്കെ, കെന്യ എന്ന് പറഞ്ഞൊരു കൺട്രി ആണ്, ലണ്ടൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റിയാണ് അല്ലേ, ബ്രിട്ടൻ്റെ UK ക്യാപിറ്റലാണ് ലണ്ടൻ. അത് കഴിഞ്ഞിട്ട് ലിസ്ബൺ, അത് കഴിഞ്ഞിട്ട് ബാങ്കോക്ക്. ഓക്കെ, ലിസ്ബൺ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലാണ് ലിസ്ബൺ അല്ലേ. ബാങ്കോക്ക് എന്ന് പറയുന്നത് തായ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻസിൽ മൂന്നും ക്യാപിറ്റൽ സിറ്റീസ് ആണ് തന്നേക്കണം. അതേസമയം ഓപ്ഷൻ എയിൽ കൺട്രിയാണ് തന്നേക്കണം. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അഗെയിൻ ഒരു പസിലാണ് വന്നേക്കണത്. അപ്പോൾ നമ്മൾ GDയിലെ പേപ്പേഴ്സ് നോക്കിയപ്പോൾ മനസ്സിലായി മോർ ദാൻ വൺ പസിൽസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഏതൊരു ഓർഡറിങ് ആയിരിക്കും, അല്ലെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കാം. പിന്നെ ഇവിടെ അഗെയിൻ ഓക്കെ, ഇവിടെ ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റുമാണ് ചോദിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. 7 ഫ്രണ്ട്സ് OPQRST and U ആർ വാച്ചിങ് ക്രിക്കറ്റ് മാച്ച് സിറ്റിംഗ് ഇൻ എ സ്റ്റേഡിയം. ഓക്കെ, ഒരു സ്റ്റേഡിയത്തിലിരുന്ന് 7 ഫ്രണ്ട്സ് ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എക്സ്പ്രസ്സിൽ എവിടെയും പറയുന്നില്ല ഇവർ നോർത്ത് ഫേസിങ് ആണോ സൗത്ത് ഫേസിങ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എടുക്കാം, നോർത്ത് ഫേസിങ് തന്നെ എടുക്കാം. നോർത്ത് ഫേസിങ് എടുത്ത് കഴിഞ്ഞാൽ 7 പേരും നോർത്ത് ഫേസിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ്? നമ്മുടെ ലെഫ്റ്റ് തന്നെ ആയിരിക്കും അവരുടെ ലെഫ്റ്റ്, അവരുടെ റൈറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ റൈറ്റ്. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല ആളുടെ ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണെന്ന് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോർത്ത് ഫേസിങ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം, കാരണം ഇവിടെ എക്സ്പ്രസ്ലി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ പിന്നെ അറേഞ്ച്മെൻറ്റ് ആ ഹിൻറ്റുകൾ തന്നെയാണ്. ഹിൻറ്റുകൾ എന്താണ്? പി സിറ്റിംഗ് അറ്റ് ദി അറ്റ് വൺ എക്സ്ട്രീം എൻഡ് എന്നാണ് അവിടെ. 7 പൊസിഷൻസ് ഉണ്ട്, അതിൽ പി ഇരിക്കുന്നത് എക്സ്ട്രീം എൻഡ്സിലാണെന്ന്. വൺ എക്സ്ട്രീം ഏതൊരു എക്സ്ട്രീം എൻഡിലാണ്, ഇവിടെ ആകാം അല്ലെങ്കിൽ ഇവിടെ ആകാം. അത് ക്വസ്റ്റ്യനിൽ എക്സ്പ്രസ്ലി പറയണില്ല എവിടെയാണെന്നുള്ളത്. തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ വരക്കാം. കറക്റ്റ് പൊസിഷൻ അറിയില്ല, നമുക്ക് തൽക്കാലം ഇങ്ങനെ വരക്കാം. എന്നിട്ട് പറയുന്നത് ടി സിറ്റിംഗ് ബിറ്റ്വീൻ Q ആൻഡ് U എന്ന് പറയുന്നുണ്ട്. അത് ടി ക്യൂവിനും യുവിനും ഇടക്കാണെന്ന്. അപ്പോൾ Q ഇവിടെ U ഇവിടെ, ഈ ഒരു രീതിയിലാകാം. അല്ലെങ്കിൽ ഈ ഒരു ടീൻ്റെ ലെഫ്റ്റ് സൈഡിൽ യുവും റൈറ്റ് സൈഡിൽ Q എന്നുള്ളൊരു ഓർഡറിലും ആകാം. ക്വസ്റ്റ്യനിൽ എക്സ്പ്രസ്ലി പറയണില്ല ക്യൂവിനും യുവിനും ബിറ്റ്വീൻ എന്നേ പറയണുള്ളൂ, ഏത് ഓർഡർ ആണെന്ന് പറയുന്നില്ല. ലെഫ്റ്റിൽ ക്യൂവും റൈറ്റിൽ U എന്നുള്ള ഓർഡർ ആണോ അല്ലെങ്കിൽ മറ്റേ ഓർഡർ ആണോ എന്നുള്ളത് പറയണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും എഴുതാൻ പറ്റുള്ളൂ അല്ലേ.
ഇനി അടുത്ത ഹിൻറ്റ് വായിച്ച് നോക്കാം. ആർ ഇസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എസിൻ്റെ റൈറ്റിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത്. അപ്പോൾ എസ് ഇതാണെങ്കിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. എസിൻ്റെ റൈറ്റ് ഇത് അല്ലേ? ഓക്കെ. ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ഓക്കെ, ഇവിടെ ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആർ ഇസ് സെറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. അപ്പോൾ ഈ ആൻഡ് വെച്ചാണ് ആ രണ്ട് ഹിൻഡ് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ ആക്ച്വലി ഇവർ റെഫർ ചെയ്യേണ്ടത് ഫസ്റ്റ് ആളാണ്. ആറിനെ കുറിച്ച് തന്നെയാണ് പറയണത്. എസിനെ കുറിച്ചല്ല, ആറിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഹൂ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്തുള്ള വേരിയബിളിനെ കുറിച്ച് പറയണത്. ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെഫർ ചെയ്ത ആളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആറെന്ന് പറഞ്ഞത് എസിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്, ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണെന്നും പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്യൂ ഈ ഒരു പൊസിഷനിൽ. ഓക്കെ, ക്യൂ ഈ പൊസിഷനിൽ വന്നാലല്ലേ ആറെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മൾ എസ് ആർ ക്യൂ എന്ന് പറഞ്ഞ് വരച്ചേക്കണത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ഓർഡർ കിട്ടി. അപ്പോൾ നമുക്കത് നമ്മുടെ ബേസിക്സ് ആക്കാം. എക്സ് ആർ ക്യൂ എന്ന് ഇവിടെ വരച്ചു. ഓക്കെ, ആൻഡ് യു ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. ഓക്കെ, അപ്പോൾ പിയുടെ ലെഫ്റ്റിൽ സെക്കൻഡ് പൊസിഷനിലാണ് യു എന്ന് പറയുന്നത്. അപ്പോൾ പി രണ്ട് എൻഡിൽ ഏതോ ഒരു എൻഡിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പി ഈ ഒരു എൻഡിലാണെങ്കിൽ പിയുടെ ലെഫ്റ്റിൽ വേറെ ആൾക്കാരില്ലല്ലോ ഈ ഒരു എൻഡിലാണെങ്കിൽ. കാരണം ലെഫ്റ്റിൽ സീറ്റ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കുക എന്ത്, പി എന്ന് പറഞ്ഞാൽ ഈ എൻഡിലാന്ന് പറയാം. ഈ എൻഡിലാണെങ്കിലാണ് ലെഫ്റ്റിൽ ആൾക്കാരുള്ളൂ. യു എന്ന് പറഞ്ഞാൽ പിയുടെ ലെഫ്റ്റിലാണെന്നാണ് പറയുന്നത്, സെക്കൻഡ് ലെഫ്റ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ പി ഇവിടെയാണെങ്കിൽ യു ഈ ഒരു പൊസിഷനിലാണ്. അങ്ങനെയാണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി ആണ് യു എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ കിട്ടി. ഇനി ചോദിക്കുന്നത് ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തന്നേക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടി അല്ലേ? സോറി, ഇങ്ങനത്തെ ഒരു സീക്വൻസ് കിട്ടി, ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടി, ഇവിടെ ഈ ഒരു സീക്വൻസും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ തുടങ്ങാം, എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാമല്ലേ, നമുക്ക് ടി എന്ന് പറഞ്ഞാൽ ക്യൂവിനും യുവിനും ബിറ്റ്വീനാന്ന് മനസ്സിലായി. അപ്പോൾ ടി ഈ പൊസിഷനിൽ വരുമോ? ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ യുവിനും പിയിനും ബിറ്റ്വീനാവും. അപ്പോൾ ടി ഈ പൊസിഷനിൽ വരില്ല. പിന്നെ ടി ഈ പൊസിഷനിൽ വന്നാലോ? പിന്നെ ടി പൊസിഷന് യുവിനും ക്യൂവിനും ഇടയ്ക്കല്ലേ. പിന്നെ ക്യൂക്ക് ഇടയ്ക്കെന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓർഡർ കിട്ടി. യു എന്ന് പറഞ്ഞാൽ ടിയുടെ റൈറ്റിലും ക്യൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും വരും. അപ്പോൾ ഈ ഓർഡറിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഡർ കിട്ടി. ഇനി പിന്നെ ബാക്കിയുള്ളത് അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓർഡർ നമുക്കറിയാമല്ലോ, എസ് ആർ ക്യൂ എന്നുള്ള ഓർഡർ. ഇവിടെ ക്യൂ ഇതാണെങ്കിൽ ആർ ആയിരിക്കും ഇവിടെ, എസ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റിൽ ഒരു പൊസിഷൻ അടിച്ച് ബാക്കി എല്ലാവരെയും കിട്ടി. ആ ഒരു പൊസിഷൻ ആരായിരിക്കും? ടി കിട്ടി, ക്യൂ കിട്ടി, ആർ കിട്ടി, എസ് കിട്ടി, പി ക്യൂ ആർ എസ് ടി കിട്ടി, യു കിട്ടി, പി ക്യൂ ആർ എസ് ടി യു വി ക്യൂ 3 6. ഓക്കെ, ഓയാണ് സോറി ഒ ആണ് ഇനി ബാക്കിയുള്ള ആൾ അല്ലേ? ഒ ആയിരിക്കും ഈ പൊസിഷനിലിരിക്കുന്നത്. നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് ചോദിക്കാം. ഹൂ ഈസ് സെറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി എന്നാണ്. ടി ഇതാണ്, ടിയുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ, അത് ആറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പ ക്വസ്റ്റ്യൻ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, നമുക്കൊരു ഫൈൻഡ് ഔട്ട് 2 സൈൻസ് ദാറ്റ് ബി ഇൻ്റർചേഞ്ച് ടു മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ്. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ 2 സിമ്പിൾസ് സൈൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഇക്വേഷൻ കറക്റ്റ് ആവും. അപ്പോൾ ഏതൊക്കെയാണ് ചേഞ്ച് ആക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ LHS പാർട്ടും ഉണ്ട്, RHS പാർട്ടും ഉണ്ട് അല്ലേ? RHS എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു റൈറ്റ് സൈഡ്, LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ആ 2 നമ്പേഴ്സും ആക്ച്വലി സെയിം ആണ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഹോൾ നമ്പറാണ് വന്നെങ്കിൽ LHS ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അല്ലാതെ ഫ്രാക്ഷൻസ് അല്ലാതെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലേ, സാധാരണ നാച്ചുറൽ നമ്പേഴ്സ്. അതിന് നമുക്ക് അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇക്വേഷൻ്റെ RHSലൊരു കൗണ്ടിങ് നമ്പറാണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ 17 ആണ്. അപ്പോൾ അതിൻ്റെ LHSും ഒരു കൗണ്ടബിൾ നമ്പർ തന്നെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വെച്ചാൽ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്രാക്ഷൻ വന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് LHS ഫ്രാക്ഷൻ വന്ന കേസെല്ലാം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയണ മൈനസും ഇൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്തതിന് ഇത് കറക്റ്റ് ആകുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ്
ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇവിടെ. അപ്പോൾ മൈനസ് ഇൻറ്റു ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു ഇൻ്റർചേഞ്ച് ചെയ്ത് എന്ത് വരും? ഇവിടെ മൈനസ് വരും, ഇവിടെ ഇൻറ്റു വരും. അപ്പോൾ നമുക്ക് ഇത്രയും പാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ 3 താഴെ വരും അല്ലേ, ഡിവൈഡ് സിമ്പിൾ ഉള്ളവരും 3 താഴെ വരും. അപ്പോൾ 14/3 എന്ന് വരും, -14/3 എന്ന് പറഞ്ഞൊരു ടേം വരും അല്ലേ. ആ ടേം വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഇവിടെ വന്നു LHS. പക്ഷെ നമ്മുടെ RHS 70 എന്ന് പറഞ്ഞൊരു ഹോൾ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർചേഞ്ച് ചെയ്യണതുകൊണ്ട് ഇക്വേഷൻ കറക്റ്റ് ആവില്ല എന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇത് ചെയ്ത് നോക്കണ്ട, അല്ലാതെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇവിടെ -14/3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ഇവിടെ ഒരു ഫ്രാക്ഷൻ വേണം. ഇവിടെ ഫ്രാക്ഷൻ വന്നില്ലല്ലോ, ഇവിടെ പ്ലസ് സിമ്പിളല്ലേ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വേറെ ഒന്നും അതിനെ ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. എഗെയിൻ അടുത്ത ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ മൈനസും ഡിവൈഡാണ് ഇൻ്റർചേഞ്ച് ചെയ്തേക്കണം. അപ്പോൾ മൈനസും ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് വരും, ഇവിടെ മൈനസ് സിമ്പിളും വരും. അപ്പോൾ ഇത്രയും പാട്ട് നോക്കുകയും ഇത്രയും പാട്ട് നോക്കുമ്പോഴും 7 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലേ. അവിടെ മുകളിൽ കട്ടായും പോവില്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലും ഒരു ഫ്രാക്ഷൻ വരുവാണ്, /7 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ വരുവാണ്. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഈ ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇൻറ്റുവും ഡിവൈഡും. ഇനി ഇൻറ്റുവും ഡിവൈഡ് ഇൻ്റർചേഞ്ച് ചെയ്ത് തന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നോക്കാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് വന്നു, ഇവിടെ ഇൻറ്റു വന്നു. ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡിൻ്റെ പാർട്ട് നോക്കുമ്പോൾ നമുക്ക് 26/2 എന്നുള്ളത് 30 എന്നുള്ള നമ്പറാണ്. അത് കറക്റ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് LHS ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ ഇൻറ്റീജർ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 25 + 26/6 എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞാൽ 13 ആണ്. പിന്നെ -7 × 3, 7 × 3 എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ 28, 38 -21 എന്ന് വരും. അതുകൊണ്ട് 17 അല്ലേ. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ വന്നേക്കണ RHS. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എലിമിനേഷൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് ബോർഡ് മാസ് റൂൾ ബേസ് ചെയ്തതാണ്. ബോർഡ് മാസ് റൂൾ എന്ന് പറയുമ്പോൾ ആദ്യമേ ഡിവിഷൻ ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ട് അഡീഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക. ആ ഓർഡറിലായിരിക്കണം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്ലസ് സിമ്പിളും ഡിവൈഡ് സിമ്പിളും അടുത്ത് വരുവാണെങ്കിൽ ഡിവൈഡാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, അത് +y ചേർത്ത്. അതൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സീരീസാണ് തന്നേക്കണത്. അപ്പോൾ ഈ സീരീസിൽ ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. കാരണം ഇതിനപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ എത്ര വരും? 35 എന്ന് വന്നു. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വന്നു? +5, 42, 45 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുത്തപ്പോൾ തന്നെ ഒരു 35, പിന്നെ അടുത്ത ഡിഫറൻസിന് 45 ആണ് വന്നത്. 10 ഡിഫറൻസുള്ള ഡിഫറൻസാണ് വന്നത്. അടുത്തത് എഗെയിൻ നോക്കാം. അപ്പോൾ +5, 87, ഓക്കെ 55. അപ്പോൾ അടുത്ത ഡിഫറൻസ് 55 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഒരു പാറ്റേൺ ഫോം ചെയ്യണില്ലേ, ഒരു 35, 45, 55 എന്ന് പറഞ്ഞ പാറ്റേൺ അല്ലേ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 65 ആയിരിക്കും അടുത്ത ഡിഫറൻസ്. 65 എന്ന് പറയുമ്പോൾ 142, 142 + 60 എന്ന് പറയുമ്പോൾ 202 എന്ന് വരും. നമുക്കിപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ അത് എളുപ്പമായിരുന്നു. ജസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ട് ഡിഫറൻസിൽ പാറ്റേൺ ഫോം ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഏറ്റവും ഫൈനൽ ഡിഫറൻസും കൂടി നമ്മൾ അസ്യൂം കണ്ടുപിടിച്ചാൽ മതി, ഗസ് ചെയ്താൽ മതി. ഓക്കെ, എഗെയിൻ ഈ പേപ്പറിൽ ഒരു സിലോഗിസം ക്വസ്റ്റ്യൻ എഗെയിൻ വന്നു. ഇതെങ്ങനെ ചെയ്യണം? നമ്മൾ നേരത്തെ വെൻ ഡയഗ്രം വരച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്യാം. സം ജൂൾസ് എന്നല്ലേ, ജൂൾസ് എന്ന് പറഞ്ഞ സെറ്റ് ചെയ്ത് എനർജിയുടെ സെറ്റ് ചെയ്ത് എനർജീസിൻ്റെ സെറ്റ് ചെയ്ത് ഈ സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് സെറ്റ്സ് ആയിട്ട് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ മതി. അതായത് റിയൽ ലൈഫായിട്ടൊന്നും നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഫാക്ട്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ സം ജൂൾസ് ആർ എനർജീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒറിജിനലി അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ് പറയണത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ജൂൾസിനെ എനർജീസിനെ 2 ഡിഫറൻറ്റ് സെറ്റ്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ സെറ്റ്സിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് സം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജൂൾസിൻ്റെ സെറ്റും എനർജീസിൻ്റെ സെറ്റും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഈ പാർഷ്യൽ ഓവർലാപ്പ് വെച്ച് കാണിച്ചത്. ഇനി അടുത്തെന്ന് പറയുന്നത് സം എനർജീസ് ആർ റേഡിയസസ് എന്നാണ് പറയുന്നത്. സം എനർജീസ് ആർ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. ഇനി അതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. സം റേഡിയസസ് ആർ എനർജീസ്. ഓക്കെ, റേഡിയസ് എനർജീസ്. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ സം റേഡിയസ് എനർജീസ് എന്ന് പറയുന്നുണ്ട്. അതെ, ഈ പാർട്ടിലുള്ള റേഡിയസിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ ശരിയാണ്. സിമിലർലി ഇവിടെ നോക്കുക, സം എനർജീസ് ആർ ജൂൾസ്. എനർജീസിൻ്റെ സെറ്റ് ചെയ്ത് ജൂൾസിൻ്റെ സെറ്റ് ചെയ്ത് അവർ തമ്മിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതും കറക്റ്റാണ്. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 കൺക്ലൂഷനും കറക്റ്റാണ്.
ഇനി അടുത്ത് നോക്കാം. അടുത്തത് അഗെയിൻ ഒരു അനാലജിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഫിയേഴ്സ് ആണ് തന്നേക്കണം, അതിനനുസരിച്ച് വയലൻ്റ് തന്നുണ്ട്. ഫിയേഴ്സ് എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ട് അങ്ങനെയാണ്. ഫിയേഴ്സ് ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഫിയേഴ്സ് വെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാറില്ലേ, ഒരു ഭയങ്കര അഗ്രസീവായിട്ട് വരുന്ന സാധനം. അപ്പോൾ അതിന് സൈഡിൽ തന്നെ വയലൻ്റ് എന്ന് പറഞ്ഞ വേർഡാണ്, അതും സിമിലർ മീനിങ് ആയിട്ടുള്ള തന്നെയാണ് വേർഡാണ്. അതായത് ഫിയേഴ്സും വയലൻ്റ് എന്ന് പറഞ്ഞാൽ സിനോണിംസ് ആണ്. അപ്പോൾ സിമിലർലി ഫാലസിയുടെ കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാനാണ്. ഫാലസി എന്ന് പറഞ്ഞാൽ തെറ്റ്, ഒരു മിസ്റ്റേക്ക് എന്നുള്ള സെൻസിലല്ല. ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിസ്കൺസെപ്ഷനെയാണ് നമ്മൾ ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ ആ സെയിം മീനിങ് തന്നെ വാക്ക് ചെയ്താൽ നോക്കാം. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളെന്നുള്ള ഒരു വിചാരമാണ് ഈഗോ. വാർ എന്ന് പറയുന്ന യുദ്ധം എന്നറിയാം, ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക എന്നറിയാം. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാജിക് ഇസ് എൻ ഇല്യൂഷൻ എന്ന് പറയാറില്ല. അതൊരു ഒരു ഒരു മിസ്കൺസെപ്ഷൻ, അതും ഒരു സിമിലർ മീനിങ് വന്നതാണ് അല്ലേ. അതായത് ഒറിജിനൽ അല്ലാത്തൊരു സാധനം, അതാണ് ഈ ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഔട്ട് ഓഫ് ഓൾ ദീസ് ഓപ്ഷൻ ഇല്യൂഷൻ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു, അതിൻ്റെ മീനിങ് ഒരു മിസ്കൺസെപ്ഷൻ, അങ്ങനെ ഒരു മീനിങ് അല്ല, മിസ്കൺസെപ്ഷൻ എന്നുള്ളൊരു മീനിങ് തന്നെയല്ലേ വരുന്നത് ഇല്യൂഷൻ എന്നുള്ളത്. അതായത് റിയൽ അല്ലാത്ത സാധനം നമുക്ക് ജസ്റ്റ് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇല്യൂഷൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ, അടുത്തതും നമുക്ക് ലെറ്റർ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നേരത്തെ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ, രണ്ട് ക്ലസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ബിയും എയും എന്ന് പറയുമ്പോൾ ഒരു -1 ഷിഫ്റ്റാണ് ഇവിടെ വന്നേക്കണം അല്ലേ. ബീന് തൊട്ട് ബാക്കിലുള്ള ലെറ്ററാണ് എ, ഇപ്പോൾ ഇവിടെ ഒരു -1 ഷിഫ്റ്റാണ്. എഫ് എൻ ജി എന്ന് നോക്കുമ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 6th ലെറ്റർ, ജി എന്ന് പറഞ്ഞാൽ 7th ലെറ്റർ, ഇവിടെ +1 ഷിഫ്റ്റ് ആണ്. പിന്നെ തേർഡ് ലെറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു +2 ഷിഫ്റ്റ് ആണ്. ഐ എന്ന് പറയുന്നത് 9th ലെറ്ററും കെ എന്ന് പറഞ്ഞാൽ 11th ലെറ്ററും ആണ് അല്ലേ. അപ്പോൾ സിമിലർലി നമ്മൾ ഇവിടെ എങ്ങനെ നോക്കും, ഇവിടെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്ററിന് വന്നേക്കുന്നത് -1 ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന 4th ലെറ്റർ ആണ്, -1 എന്ന് പറയുമ്പോൾ തേർഡ് ലെറ്ററിലോട്ട് പോകും. തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് സി ആണ്. അത് ഓപ്ഷൻ എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഔട്ട് ഓഫ് ദീസ് 2 ഓപ്ഷനാണ് പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഔട്ട് ഓഫ് ദീസ് 2 ഓപ്ഷൻ സെക്കൻഡ് ലെറ്റർ എച്ച് തന്നെയല്ലേ, അപ്പോൾ പിന്നെ അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ലെറ്ററിൻ്റെ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ലെറ്റർ ജെ ആണ്, ജെ കഴിഞ്ഞിട്ട് +2 ലെറ്റേഴ്സ് ലാസ്റ്റ് ലെറ്റർ ഇവിടെ തേർഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ +2 ഷിഫ്റ്റിലാണ് നടന്നത്. അപ്പോൾ ജെ +2 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ജെ എന്ന് പറയുമ്പോൾ 10th ലെറ്റർ, +2 എന്ന് പറയുമ്പോൾ 12th ലെറ്റർ എന്ന് പറയുമ്പോൾ എൽ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ 4 ലെറ്റർ ക്ലസ്റ്റേഴ്സാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യമേ ചെയ്യേണ്ടത് ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള ഷിഫ്റ്റ് അത് ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഓരോ ലെറ്റേഴ്സ് തമ്മിലുള്ള ഷിഫ്റ്റ് ചെക്ക് ചെയ്യുക. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ പ്ലേസ് വാല്യൂസ് അപ്പം തന്നെ എടുത്ത് എഴുതാം. ജെ എന്ന് പറഞ്ഞാൽ 10th ലെറ്റർ, ഈ 3 ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് ആണ് കേട്ടോ എഴുതുന്നത്. 10, കെ എന്ന് പറഞ്ഞാൽ 11th ലെറ്റർ, എൻ എന്ന് പറഞ്ഞാൽ 14th ലെറ്റർ, ജി എന്ന് പറഞ്ഞാൽ 7, എം എന്ന് പറഞ്ഞാൽ 13, ഒ എന്ന് പറഞ്ഞാൽ 15, ഡി എന്ന് പറഞ്ഞാൽ 4, പി എന്ന് പറഞ്ഞാൽ 16, എൻ എന്ന് പറഞ്ഞാൽ 14, ടി എന്ന് പറയുമ്പോൾ 20, 9, 6. അപ്പോൾ ഇതാണ് ലെറ്റേഴ്സ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ചേഞ്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ +1 ഷിഫ്റ്റ് ആണ്, ഇവിടെ +5 ആണ്. അപ്പോൾ ആ ഒരു ഓർഡറിന് കറക്റ്റായി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പല ലോജിക്ക് ഇവിടെ യൂഷ്വലി വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും പാറ്റേൺ ഫോം ചെയ്യേണ്ടോ നോക്കാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 21, 25, 35 എന്ന് വരുന്നു ഇതിൻ്റെ സമ്മ്. സിമിലർലി ഇവിടെ നോക്ക് 20 വന്നു, 20 + 15 എന്ന് പറയുമ്പോൾ 35 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള എല്ലാ ലെറ്റർ ക്ലസ്റ്റേഴ്സിൻ്റെയും ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 35 ആണ് കിട്ടിയത്. ഇവിടെ നോക്കുക, ഇവിടെ കിട്ടപ്പോൾ 20, ഓക്കെ ഇവിടെ 34 ആണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കുക 15 + 20, ഓക്കെ 35 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസിൻ്റെയും ആ ക്ലസ്റ്ററിലുള്ള ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് 35 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ, അല്ല ഓഡ് വൺ ഔട്ട് ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗർ സീരീസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്ന ഫിഗർ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗേഴ്സ് കമ്പയർ ചെയ്യുക, എന്താണ് ചേഞ്ച് വന്നേക്കണമെന്ന് നോക്കാം. അപ്പോൾ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സാധനം ഈ സർക്കിൾ പോലത്തെ സാധനമാണ്, പിന്നെ ഇവിടെ ഒരു ലൈനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എന്താ വന്നേക്കണമെന്ന് നോക്കാം. നമ്മൾ സെക്കൻഡ് ഫിഗറിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 45 ഡിഗ്രി റൊട്ടേഷനാണ് നടന്നേക്കുന്നത്.
സിമിലർലി ഈ രണ്ട് ഫിഗർ നോക്കുമ്പോൾ അഗെയിൻ ഇവിടെ നിന്ന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയഗ്രം ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വന്നു 45 ഡയറക്ഷൻ ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി നമ്മൾ ഇവിടെ നോക്കുമ്പോഴും ഒരു 45 ഡിഗ്രി റൊട്ടേഷനാണ് നടന്നേക്കുന്നത് അല്ലേ, 45 ഡിഗ്രി റൊട്ടേഷനാണ് നടന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ഫിഗറിൽ എന്തായിരിക്കും, ഇതൊരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നടുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി നോക്കുമ്പോൾ ഓക്കെ, ഓപ്ഷൻ ബിയിൽ മാത്രമാണ് ഈ സർക്കിൾ താഴെ ഈ ഒരു ഡയറക്ഷൻ തന്നെയുള്ളൂ അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തന്നെയുള്ളൂ. ബാക്കി എല്ലാത്തിലും ഈ സർക്കിളിൻ്റെ ഡയറക്ഷൻ പൊസിഷൻസ് ഇതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യൂഷ്വലി ഈ ഫിഗർ സീരീസിലില്ലേ മിക്കപ്പോഴും എന്നത് ഒരു കൺസെപ്റ്റാണ്, ഇതർ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലോജിക്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ലോജിക്കാണോ വന്നേണ്ടതെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളതിലോട്ട് പോയാൽ പിന്നെ ഇൻക്രീസ് ഇൻ നമ്പേഴ്സ് അങ്ങനത്തെ കേസ് വരും, അതായത് ലൈൻസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണം വരും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, എന്നാലും ഈ ഒരു പാറ്റേൺ എപ്പോഴും വരാറുള്ളതാണ്, ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ is a square transparent sheet with a pattern is given. How will the pattern appear when the transparent sheet is folded along the dot lines? ഓക്കെ, ഇതൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഇത് ഈ ലൈൻസിനെ ബോട്ട് റൊട്ടേറ്റ് ഫോൾഡ് ചെയ്തതിന് എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും, ഇതെന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിട്ടുള്ളൊരു ലൈൻ അല്ലേ, അതായത് ഈ പെൻറ്റഗണിൻ്റെ ഈ സർഫസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മുകളിലായിട്ട് തന്നെ ഇരിക്കും അല്ലേ, മുകളിൽ അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നെ വരും. ഓക്കെ, പക്ഷേ ഈ ഒരു ലൈൻ നോക്കി, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് പോകും, അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈൻ ഇങ്ങനെ വരുന്ന ഒരു കേസ് വരും, ഈ താഴെ ഇതുണ്ടാവില്ല, ഇങ്ങനെ ഒരു കേസ് വരും. ഓക്കെ, അഗെയിൻ ഈ ഫോൾഡിങ് അൺഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ ബേസിക് ട്രിക്ക്, നമ്മൾ ഇപ്പോൾ ഇതിനെ ഫോൾഡ് ചെയ്യുവാണെങ്കിലും അൺഫോൾഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ഇവിടെ ഒരു മിറർ വെച്ച് എങ്ങനെ ഇരിക്കും, അതായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന ഫിഗർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരുമെന്ന് ആലോചിച്ചാലും മതി ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട്. അപ്പം മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരും. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മിററിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അത് ഏത് ഓപ്ഷൻസിലാണോ ഉള്ളത് നോക്കുക, അത് ഓപ്ഷൻ സിയിലാണ് അങ്ങനെ വന്നേക്കണത് അല്ലേ. അപ്പോൾ ഇത് ഒന്നിലേ ആലോചിക്കുക, അല്ലെങ്കിൽ ആ ജസ്റ്റ് മിറർ ഇമേജിൻ്റെ ട്രിക്ക് ആലോചിക്കുക. ഇനി അടുത്ത വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ വെൻ ഡയഗ്രം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് എ ഗിവൺ സെറ്റ് ഓഫ് ക്ലാസസ് സ്ക്വിറൽസ്, പാരറ്റ്സ് ആൻഡ് മാമൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 സെറ്റ് എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഡയഗ്രം യൂസ് ചെയ്ത് സെറ്റ്സുകളെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഈ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ. ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആണ് ഈ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം സെറ്റ്സിനെ സർക്കിൾ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും സ്ക്വയറൽ, പാരറ്റ്സ്, മാമൽസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, സ്ക്വയറൽ എന്ന് പറഞ്ഞ ഒരു മാമലാണ് അല്ലേ. അപ്പോൾ മാമൽസിൻ്റെ സെറ്റ് നമ്മൾ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറൽസിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരും. കാരണം സ്ക്വയറൽസ് പറഞ്ഞാൽ എല്ലാം സ്ക്വയറൽസും മാമൽസ് ആണ്. പക്ഷേ മാമൽസ് അതർ ആനിമൽസ് ഉണ്ട്, ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഒരു മാമലാണ്, കാരണം നമ്മൾ ഇങ്ങനെ വരച്ചത്. അതേസമയം പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ അത് വേറെ സെറ്റ്, അത് റിലേറ്റഡ് അല്ല, വേറെ സെറ്റായിട്ട് വരക്കുക. അവിടെ ഇത് 3 വരണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതേസമയം മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ വാം ബ്ലഡഡ് ആയിട്ടുള്ള, വാം ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബോഡി ടെമ്പറേച്ചർ ഉള്ളത്, അതായത് എൻവയൺമെൻറ്റ് അനുസരിച്ച് മാറുന്ന ടൈപ്പ് അല്ല. അങ്ങനത്തെ ഉള്ള ആനിമൽസ് നമ്മൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയും. മാമൽസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് ആണ്. പിന്നെ വേർട്ടിബ്രേറ്റ്സ് ആയിരിക്കും, അതായത് നട്ടിലുള്ള ആനിമൽസ് ആണ്. പിന്നെ യങ് വൺസിന് ബേർത്ത് കൊടുക്കും, യങ് വൺസിന്, അങ്ങനത്തെ മാമൽസ് എന്ന് വിളിക്കാം. പിന്നെ ഫർ ഓർ ഹെയേഴ്സ് ഉണ്ടാകും അവർക്ക്. അപ്പോൾ അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനാണ് നമ്മൾ മാമൽസ് പറഞ്ഞത്. അതിൽ സ്ക്വയറൽസ് വരും, ഹ്യൂമൻസ് വരും, ലയൺസ് വരും, അങ്ങനെ എല്ലാം കുറേ ആനിമൽസ് വരും. ബേർഡ്സ് പക്ഷേ സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ജസ്റ്റ് മാമൽസ് എന്നൊന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉള്ളൊരു കേസ് വെച്ച് ഞാൻ പറഞ്ഞതാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസും ഓക്കെ, ഈ പേപ്പറിൽ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു. ഇതിലെന്താണ് 3 പസിൽസ് വന്നിട്ടുണ്ടായിരുന്നു, 2 സിലോഗിസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇപ്പോൾ
നിങ്ങൾക്ക് ക്ലിയറായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പാസ്റ്റ് പേപ്പേഴ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതോടെ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.